90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. മലയാള മനസ്സിൽ പാട്ടിന്റെ മാരിവിൽ ചന്തം നിറച്ച കുഞ്ഞു പാട്ടിന്റെ പൂത്തുമ്പിക്കൂട്ടിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. കുട്ടിപ്പാട്ടിന് അനുഗ്രഹം മധുരമേകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ, മുകേഷ് അങ്കിൾ. നാദനിറവിൽ സ്വരമധുരം പകർന്ന പ്രിയപ്പെട്ട പാട്ടുകാരി കോഴിക്കോട്ട് നിന്നും ദേവനന്ദ. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂടി. ഞാൻ ഇന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് സ്വപ്നം എന്ന മൂവിയിലെ ശാരികേ എൻ ശാരികേ എന്നുള്ള സോങ്ങാണ്. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. ഇത് പാടിയിരിക്കുന്നതും എൻ്റെ ഫേവറേറ്റ് സിംഗറായ S. ജാനകി അമ്മയാണ്. അപ്പോൾ ടോപ്പ് സിംഗറിൽ ഈ പാട്ട് പാടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് എനിക്ക് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം നന്നായിട്ട് പാടാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ പോയി നന്നായിട്ട് പാടിയിട്ട് വരാം. എത്ര ഉടുപ്പായിട്ടേക്കണേ? 1, 2, 3, 4. ഒന്ന് 3 വയസ്സുള്ളപ്പോഴത്, ഒന്ന് 6 വയസ്സുള്ളപ്പോ, ഒന്ന് 8 വയസ്സുള്ളപ്പോ, ഇപ്പൊ 13 വയസ്സുള്ളത്. MSC എന്തുകൊണ്ട് ഏത് പാട്ടാ പാടുന്നേ? ഇന്ന് ഞാൻ സ്വപ്നം എന്ന മൂവിയിലെ ജാനകി അമ്മ പാടിയ ശാരികേ എൻ ശാരികേ. ശാരികേ എൻ ശാരികേ. വളരെ എളുപ്പമുള്ള പാട്ടല്ലേ? വളരെ ഈസി. തകർക്കും മോളെ, കോൺഫിഡൻസ് കൈവിടണ്ട. എന്ത് വേണേ വരട്ടെ, തകർക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശാരികേ എൻ ശാരികേ. മാതളപ്പൂ
എന്താണിത്? സൂപ്പറായിട്ട് പാടി മോളെ. ഇത് എളുപ്പത്തിൽ അങ്ങനെ ഒറ്റയടിക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല. കാരണം ഒരുപാട് സംഗതികൾ പല്ലവിയിലും ഉണ്ട്, ചരണത്തിലും ഉണ്ട്. ആ സംഗതികളെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് വീടില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. ഇത് എൻ്റെ സ്വന്തം ചേട്ടൻ എന്ന് തന്നെ ഞാൻ വിളിക്കാറുണ്ട്. അതായത് ശിവൻ ചേട്ടൻ, ശിവൻ സ്റ്റുഡിയോ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു സ്റ്റാച്യൂവിൽ. അപ്പോൾ ശിവൻ ചേട്ടൻ്റെ മക്കളാണ് നമ്മുടെ സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ, അങ്ങനെ ഒരുപാട് പേര്. അവരെല്ലാം ഡയറക്ടേഴ്സാണ്, ക്യാമറമാന്മാരും ഡയറക്ടേഴ്സുമാണ്. ശിവൻ ചേട്ടനും ക്യാമറമാനും ഡയറക്ടറുമായിരുന്നു. ഇതിൻ്റെ ഡയറക്ടർ ശിവൻ ചേട്ടനാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടും കൂടാണ്. ഇത് ജാനകി അമ്മ അസാധ്യമായിട്ട് പാടി, ONV സാർ അസാധ്യമായിട്ട് എഴുതി, പിന്നെ സലിൽദ, എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒരു വിരുന്നായിട്ട് മാറി. അപ്പം മോൾ ഈ പാട്ടെടുത്തതിന് ആദ്യമേ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പാടിയതും ഗംഭീരമായിട്ട് പാടിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ പാടിയത്. ഇത്ര തന്നെ. ഗുഡ് നൈറ്റ്, ബൈ. എൻ്റെയും ഒരു അഭിനന്ദനം ഈ പാട്ട് സെലക്ട് ചെയ്തതിന്. വളരെ 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 ഈസി ആയിട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് കേട്ടോ. സത്യമല്ലേ? ഇത് വളരെ ടഫാണ് സ്റ്റേജിൽ പാടാൻ കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലത്തെ റിയാലിറ്റി ഷോയിൽ ഒരു പേടിയും ഒരു വെപ്രാളവും ഒക്കെ ഉണ്ടാവും, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മോള് മാക്സിമം വളരെ നന്നായിട്ട് പാടിയത്. ഈ പ്രായത്തിൽ ഈ പാട്ട് ഇത്രയും നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്കെന്താ പറയേണ്ടതെന്നൊന്നും അറിഞ്ഞൂടാ. ഞാനിത് കേട്ടങ്ങ് വേറൊരു ട്രിപ്പിൽ പോയി. എനിക്ക് 100 out of 100. സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ദേവനന്ദനോട് എന്തോ ഒരു ദേഷ്യമാണ് വരുന്നത്. ഇത്ര പാടാൻ കഴിവുള്ളൊരു കുട്ടി ഇതിന്റെ തൊട്ട് മുമ്പ്, ഒരു മാസം മുമ്പ് എന്താണ് ഒരു ഡിപ്പ് വരാൻ കാരണം? ഇങ്ങനെ സാധനങ്ങൾ കയ്യിലുള്ള സമയത്ത് ഇത് ഏത് ലെവലിലാണ് ഇപ്പൊ പാടി വെച്ചിരിക്കുന്നത്? ഇത് ഈ ലെവലിലൊക്കെ മോൾക്ക് പാടാൻ പറ്റുന്ന ഒരു സംഭവം കയ്യിലുണ്ടാവുമ്പോൾ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് തന്നെ നല്ല പാട്ടുകൾ എടുക്കണം കേട്ടോ. ഇതുപോലത്തെ പാട്ടുകൾ, ക്വാളിറ്റി മ്യൂസിക്, ക്വാളിറ്റി പ്രസന്റേഷൻ. ഓൾ ദി ബെസ്റ്റ്. തകർത്ത് ഇത് ഒരു കാലഘട്ടത്തിന്റെ പാട്ടാണ്. ആ സിനിമയിലുള്ള പാട്ട് തന്നെയാണ് എന്നെ അങ്കിളിനെ പോലുള്ളവരൊക്കെ കേട്ടിട്ടുള്ളത്. മറ്റേ ഗാനമേളയിലൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കാര്യം ഇങ്ങനൊരു പാട്ടുണ്ട്. ഇത്രയും നാള് എന്താ താമസിച്ചത്? ചിലപ്പോൾ ഇതൊക്കെ ഫൈനൽ റൗണ്ടിലൊക്കെ വരുമ്പം വരാൻ മാറ്റി വെച്ചിരിക്കുന്ന പാട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാര്യം ഇത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇത് ചെറിയ രീതിയിലൊന്നും പാടിയാൽ ശരിയാവത്തില്ല. പല രീതിയിലും മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഭയങ്കരമായ കൊനസ്റ്റ് പാട്ടെന്ന് പറയും. പക്ഷെ അത് മോള് തകർത്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞതിങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ 1973 മറ്റോ ഉള്ള പാട്ടാണ്. അതിനകത്ത് നന്ദിത ബോസ് എന്ന് പറഞ്ഞൊരു നടിയാണ് ഈ പാട്ടൊക്കെ പാടുന്നത്. നന്ദിത ബോസ് ബംഗാളിയാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് അവർ ഒരുപാട് ഭാഷകൾ, ഇന്ത്യൻ ഭാഷകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലാണ് അവർ ഏറ്റവും നല്ല സിനിമകൾ അഭിനയിച്ചത്. പണിതീരാത്ത വീട്, അച്ചാണി എന്ന് മാത്രമല്ല, ഈ സ്വപ്നം സിനിമയിൽ ഫിലിം ഫെയർ അവാർഡും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയിൽ മധുസാർ ഹീറോ, ബാബു നന്തങ്കോട് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. അങ്കിളുടെ ഓർമ്മയിൽ വരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ സുധീർ എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ടായി. സുധീർ, അദ്ദേഹം ഇപ്പം നമ്മളെ കൂടെ ഇല്ല. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങളുടെ യങ് ഹീറോ എന്ന് പറയുന്ന സുധീറും രാഘവനുമാണ്. ചെമ്പരത്തി എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇവർ രണ്ടുപേരും രംഗപ്രവേശം ചെയ്തത്. അതിൽ രാഘവൻ ഒരു യാഥാസ്ഥിതിക ആക്ടറാണ്. ഇദ്ദേഹം യൂത്തായിരുന്നു, ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നവരാണ്. ഈ പടത്തിനകത്ത് പോലും ഒരു കവിയായിട്ടായിരുന്നു. എൻ്റെ ഒരു ഫെയ്ഡ് ഓർമ്മയാണ്. കവിയായിട്ട് വന്നൊരു കോളേജിൽ ക്ഷണിച്ചിരിക്കുകയാണ് ആർട്സ് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ. അദ്ദേഹത്തെ കാണുന്നില്ല. അങ്ങനെ ഈ യങ്സ്റ്റേഴ്സ് എല്ലാവരും, ക്യാമ്പസ് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഈ കവിയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം വളരെ ലേറ്റായിട്ട് ഇങ്ങനെ ഒരു ജുബയൊക്കെ, ഒരു അഴുക്ക് ജുബയും ഒരു മുണ്ടൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വന്ന് കയറിയപ്പോൾ എല്ലാവരും കൈയടി. അപ്പോൾ കവി വന്ന് പ്രസംഗിക്കുന്ന 2-3 വരിയെ പ്രസംഗിക്കത്തുള്ളൂ. എനിക്ക് ഒരുപാട് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സുഹൃത്ത് എനിക്ക് ഉച്ചയ്ക്ക് ഊണ് മേടിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ആലസ്യത്തിൽ ഞാൻ സ്വല്പം ഉറങ്ങിപ്പോയി.
അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഇങ്ങനെ അലക്ഷ്യമായിട്ട് ആ സമയത്തൊക്കെ അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഫുൾ സ്റ്റുഡൻസ്, കാര്യം ഇത്രയും അറിയപ്പെടുന്ന ഒരു കവിയാണ്, പക്ഷേ കഴിക്കാൻ ഭക്ഷണമില്ല നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനത്തെ ഒരു ഈസി ഗോ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമായിരുന്നു സുധീർ. പിന്നീട് അദ്ദേഹം ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട് സുധീറിന്. കലിയുഗം എന്ന് പറഞ്ഞ സിനിമയിൽ സത്യൻ്റെ ഒരു ലാഞ്ചനയൊക്കെ ഉണ്ട്. അപ്പോൾ സത്യനെ പോലെ ദൂരെ നിന്നൊക്കെ, ഇപ്പോൾ സത്യം മരിച്ച സമയമാണ്, അപ്പം ദൂരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഇദ്ദേഹം ശരിക്കും സത്യനെ അങ്ങ് ഇമിറ്റേറ്റ് ചെയ്ത് അഭിനയിച്ചു. പക്ഷെ ഗംഭീര പടമായതുകൊണ്ട് അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയെങ്കിലും പിന്നീട് ആൾക്കാർ ഇദ്ദേഹത്തിൽ നിന്നും സത്യനെ പോലെ ഉള്ള റോളുകളാണ് പ്രതീക്ഷിച്ചത്. പിന്നെ സുധീറോട്ട് പോകാനായിട്ട് പ്രയാസം വന്നു. അപ്പോൾ അത് വലിയൊരു പാഠമാണ്. കാര്യം നമ്മളെ പോലെ തന്നെ ഇരിക്കണമെന്നുള്ളതിൻ്റെ ഒരു വലിയ പാഠമാണ്. പക്ഷെ അദ്ദേഹം സത്യൻ്റെ മോശമാക്കിയൊന്നുമില്ല. അങ്ങനെ ആ കാലഘട്ടം മുഴുക്കെ ഭരിച്ച ഒരാളാണ് സുധീർ. സുധീറാണ് ഈ പടത്തിലെ ഒരു യങ് ഹീറോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്ന് അത്രയും ടഫായിട്ടുള്ള പാട്ടിങ്ങനെ പാടിയതിൻ്റെ പേരിൽ ഞങ്ങൾ ജഡ്ജസ് മോൾക്ക് തരുന്നു a golden crown. താങ്ക് യു സർ. വീണ്ടും തിരിച്ചു വന്നല്ലേ ശക്തിയായിട്ട്. യാ, ഒരു ഗോൾഡൻ പൂക്കുറ്റി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ awarded a golden crown. താങ്ക് യു സർ. അപ്പൊ ഇനി പ്രേക്ഷകരെല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ നമ്മുടെ ദേവനന്ദ കുട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദേവനന്ദയുടെ QR കോഡ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് വേഗം തന്നെ എല്ലാവരും വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഒരു ചെറിയ പാട്ടും കൂടെ പാടി വിട്ടാണ് പോവാൻ. ഞങ്ങള് പോവാണേ, ഞങ്ങളുടെ വീട്ടിൽ പോവാണേ. എനിക്കൊരാഗ്രഹമുണ്ട്, മീനാക്ഷി ചേച്ചി എപ്പോഴെങ്കിലും ഈ ഒരു വേദിയിലൊരു പാട്ട് പാടണം. ഈ പാട്ടൊക്കെ പാടിക്കോ. ഇപ്പൊ വളരെ ഇഷ്ടമല്ല, നീ നീ ചിരഞ്ജീവി ആയിട്ടിരിക്കും. ചിരഞ്ജീവി സാധിക്കത്തില്ലെന്ന് താങ്കൾ ഒരിക്കലും ഇല്ല. മീനാക്ഷി പാടിക്കഴിഞ്ഞാൽ ക്രൗൺ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ. അതെ, ഞങ്ങള് പോവാണേ, ഞങ്ങളെ വീട്ടിൽ പോവാണേ. ആ ഗോൾഡൻ ക്രൗൺ കിട്ടിയ ഗമ കംപ്ലീറ്റ് ഈ പാട്ട് പാടിപ്പോ. പാട്ടിന്റെ മുത്തുമണിക്കൂട്ടിലെ നാദമധുരം ചെന്നൈയിൽ നിന്നും ഋത്തിക്. വെൽക്കം ഋത്തിക് ഓൺ സ്റ്റേജ്. ജോക്കറോ? കറക്റ്റ്. നിന്നെ കാണാൻ ഇതുവരെ മാച്ചിങ് ആയിട്ട് വന്നിട്ടില്ല അല്ലേ? ഉഗ്രം കേട്ടാ. ഇനി ഈ വേഷം മതി, മാറ്റേ വേണ്ട. ഇതാരാ സജസ്റ്റ് ചെയ്തത് ഈ പാട്ടോ അല്ലെ ഡ്രസ്സോ? പാട്ടും ഡ്രസ്സും ഒക്കെ. ഡ്രസ് ഇവിടുന്ന് തന്നത്. പാട്ടും മോന്റെ ആരോ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതറിയില്ല, കൊറേ പാട്ട് എവിടുന്നുള്ള വന്നു, നമ്മള് കൊടുത്തത് കിട്ടി. അല്ല വേറെ മോന്റെ റിലേറ്റീവ്സ് ആരും അല്ലേ റിലേറ്റീവ്സ് ആണ് തോന്നുന്നു. അതാണ് ചോദിച്ചത്. അതാരോ ആണ് തന്നത്. പേരെന്താ മാമന്റെ? അമ്മാമന്റെ വിജയമ്മാമൻ. വിജയമാമൻ എനിക്കറിയാം. മുകേഷിന്റെ അടുത്ത ഫ്രണ്ടാണ്. ചെന്നൈയിലല്ലേ? അല്ല, പിന്നെ ചെന്നൈക്ക് വന്നിട്ടില്ലേ? ഇല്ല, ചെന്നൈയിൽ വന്നിട്ടില്ല. പയ്യന്നൂർ അമ്പലത്തിന്റെ അടുത്ത് അല്ലേ? ആവാം. അതെ, ആ ദേവിയുടെ അമ്പലത്തിന്റെ അടുത്ത്. ദേവി. അതെ, അല്ലേ? എനിക്കറിയാം. പൊതുവാൾ ചേട്ടന്റെ വീട്ടിന്റെ അടുത്ത്. അതന്നെ പൊതുവാൾ ചേട്ടന്റെ അടുത്ത്. സുരേഷ് പൊതുവാൾ. നിനക്ക് ഒന്നും അറിഞ്ഞൂടാ, നീ ചുമ്മാ പൊട്ടത്തര പറഞ്ഞു. അതായത് നിനക്കിപ്പോ എത്ര വയസ്സായി? 12. അതെ, 12 വയസ്സിന് മുമ്പ് ആ മാമനും ഈ മാമനും ഞങ്ങൾ രണ്ടുപേരും കൂടെ മദ്രാസിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്നറിയും. പറയണം കേട്ടോ, നല്ല ഭംഗി കാണാൻ.
ഋത്തിക്, സർ. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും പറയാൻ ഇടം തന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ല. സംഗതികളെല്ലാം പെർഫെക്റ്റ്, കോറിയോഗ്രാഫി ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ 12K വിസ്താരയിൽ ഉള്ള അതിൻ്റെ ആ സർക്കസിൻ്റെ ആ എന്താണ് ആ ത്രോ, ആ വിഷ്വൽസ് ഇവിടുന്ന് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. മോനിനി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാക്കുന്നത്. മനോഹരമായിരുന്നു Thank കേട്ടോ. you, sir. ടോട്ടലായിട്ട് കാണുമ്പോഴത്തേക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്നും പറയാനില്ല മോനെ, എല്ലാം മനോഹരമായിരുന്നു. അതായത് മേളിലുള്ള സംഗതികൾ ആദ്യത്തെ അനുപല്ലവിയിലും ചരണത്തിലും 2 ഡിഫറൻറ്റ് സംഗതിയല്ലേ വരുന്നത്, അല്ലേ? എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതുപോലാണോ ഇതുപോലാണോ അതെന്ന്. ചുമ്മാ ആ സംഗതി കേൾക്കാൻ വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഒന്ന് പാടിക്കും. പകലിൻ പുഞ്ചിരി സൂര്യൻ, രാവിൻ പാൽച്ചിരി ചന്ദ്രൻ, ഓ പകലിൻ. അതൊക്കെ ഒന്ന് ഊരി മാറ്റ്, ചുമ്മാ അതെ. ആഹാ, ഈ പാടിയത് ഇപ്പോഴത്തെ സംഗതി, ഇനി വരുന്നൊരു സംഗതിയുണ്ട്, അതും സൂപ്പറായിട്ട് നീ പാടിയിട്ടുണ്ട്. എല്ലാം ബ്യൂട്ടിഫുൾ. ഈ 12 വയസ്സിൽ ഇത്രയും പെർഫെക്ഷനുള്ള ഒരു കുട്ടി 24 വയസ്സാകുമ്പോൾ എന്തായിരിക്കും? പക്ഷെ നീ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല ഈശ്വരാധീനമുള്ള നല്ലൊരു മോനാണ് നീ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മോനെ, ഈ പാട്ടില് ശരിക്കും പറഞ്ഞ മോനിത് ഒരു ജോക്കറിന്റെ കോസ്റ്റ്യൂമിലാണ് വന്നത് എന്ന് കണ്ടപ്പോ ഫേസിന്റെ എക്സ്പ്രഷൻസ് മിസ്സിങ് ആവുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കാരണം ജോക്കർ എന്ന് പറയുന്ന ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനെയും മറച്ചു കളയും. ഒരു സ്റ്റാറ്റിക് എക്സ്പ്രഷൻ ആയിരിക്കും, അതായത് ഒന്നും നമുക്ക് മനസ്സിലാവില്ല, എല്ലാവരും ഒരുപോലെ ഇരിക്കും. പക്ഷെ ഈ കഥ പാട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റോറി ബോർഡ് കിട്ടിയപ്പം വെടികൊണ്ടതുപോലെ ആയിപ്പോയി. കാരണം അത്തരം ഒരു പ്രസന്റേഷൻ ആയിരുന്നത്. അത് എനിക്ക് മോന്റെ സൈഡിൽ നിന്ന് എസ്പെഷ്യലി മോനൊരു വളരെ എക്സ്ട്രാordinary പാട്ടുകാരനാന്നുള്ളൊരു കാര്യത്തിൽ ഇവിടെ മുമ്പേ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു സ്റ്റോറി ബോർഡ് വരുമ്പം അതിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് പാടുക എന്ന് പറഞ്ഞാൽ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. സാധാരണ കർണാട്ടിക്കില് കൂടുതൽ ചായ്വുള്ള കുട്ടികൾ വെറും അത് മാത്രം, ബാക്കി എല്ലാത്തിനോടും അവർക്കില്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നവർക്കെങ്കിലും ഒരു അതൊന്നും പാടില്ല, അതിനോടൊരു പുച്ഛമൊക്കെ കാണും. പക്ഷെ മോൻ ശരിക്കും എല്ലാ സിലബസിൽ നിന്നും നല്ലതെടുത്ത് ഒന്നിനെയും നോവിക്കാതെ, പാട്ടിനെ നോവിക്കാതെ ഡാൻസ് ചെയ്തു. ഡാൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ആക്ടിങ്ങും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അങ്കിളിന് ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ. പിന്നെ ഇത് പറയുന്ന സമയത്ത് ഒരിക്കലും വിട്ടുപോകാതെ പറയേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത കുറെ ജോക്കേഴ്സ് കൂടെ ഉണ്ടായിരുന്നില്ലേ, അവരെ എനിക്ക് ഈ സ്റ്റേജിൽ സ്പെഷ്യൽ അപ്രിസിയേഷന് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ട്. ഡാൻസേഴ്സ് പ്ലീസ് കം ബാക്ക്. പറഞ്ഞാൽ മതിയാവാത്തത്രയും സന്തോഷമുണ്ട്. നമ്മളുടെ ഹൃത്തിക്കിൻ്റെ അകത്ത് ഒളിച്ചിരുന്ന ഒരു ടാലന്റ്, ഹൃത്തിക്ക് എത്രമാത്രം നല്ലൊരു ടോട്ടൽ പെർഫോമൻസ് പാക്കേജ് തരാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നാണ്. അതിനെല്ലാം വലിയൊരു പങ്ക് നിങ്ങൾ ഡാൻസേഴ്സ് ഉണ്ട്. എല്ലാവർക്കും സല്യൂട്ട്. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. കലക്കി. ഇതിൽ ആ ഫസ്റ്റ് തലകുത്തി മറിഞ്ഞ് വീണ ആളാരാണ്? നിങ്ങൾ അവിടെ വീണ വൈബ്രേഷൻ ഇവിടം വരെ എത്തി. അത്രയും നിങ്ങൾ ശരിക്കും നെഞ്ചിടിച്ചാണ് വീണത് അല്ലേ? പക്ഷെ അത് ആ സിൻസിയറിറ്റിക്ക് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഹൃതിക്, വാക്കുകൾ ചുരുക്കുന്നു, കാരണം വാക്കുകളൊന്നും ഇല്ലാതെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്, യു ആർ അമേസിംഗ്. ഹൃത്തിക്കും ഈ ടോപ്പ് സിംഗറിലൊരു അത്ഭുത ബാലനാണ്. ഈ പാട്ട് പാടിയപ്പോൾ എൻ്റെ കണ്ണ് നനയിച്ചു ഇന്ന്. നല്ലത് നമ്മൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. ഇന്നത് സംഭവിച്ചു. വളരെ ഒന്നും പറയാനില്ല, വളരെ മനോഹരമായിട്ട് മോൻ പാടി. ഈ ടോപ്പ് സിംഗറിൻ്റെയും മോൻ്റെ അച്ഛനമ്മയ്ക്കും മോനെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്കും എല്ലാം ഒരു അഭിമാനമാണ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഇപ്പോഴും ഈ വിനയം, സൽസ്വഭാവം, അതുപോലെ പ്രാക്ടീസ് മുടക്കരുത്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഗംഭീരമായി പാട്ടും ആ ഡാൻസും ആ ഡ്രസ്സും ആ ഇൻവോൾവ്മെന്റും എല്ലാം ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു പാക്കേജായിരുന്നു. ഒന്നിനെക്കാട്ടിയും കുറവില്ല. അത്രയ്ക്ക് നല്ല കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് കലാപരിപാടിയായിരുന്നു. ബഹദൂർക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതെ, ബഹദൂർക്കെ ഓർമ്മിപ്പിച്ചു. ഇത് ജോക്കർ എന്ന് പറഞ്ഞ സിനിമ, ഇപ്പൊ ജോക്കറിന്റെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. MT വാസുദേവൻ നായർ സാറിന്റെ തന്നെ
സിനിമ വന്നിട്ടുണ്ട്, വളർത്തുമൃഗങ്ങൾ, പിന്നെ ആരവം, നായര് പിടിച്ച പുലിവാല്, പിന്നെ സാക്ഷാൽ അരവിന്ദൻ്റെ അടുത്ത തമ്പ്, മമ്മൂക്ക അഭിനയിച്ച ഒരു സർക്കസ് പടമുണ്ട്, ഒരു ചെറിയ മനുഷ്യൻ, രഘു ആയിരുന്നു അതിനകത്ത് ഹീറോ. മേള എന്നാണ് ആ സിനിമ. സർക്കസ് കഥകളിലെല്ലാം ജോക്കറിൻ്റെ ഭാഗം എടുക്കുന്നവർ ശരിക്കും ഭയങ്കര ദുഃഖങ്ങൾ കൊണ്ട് നടക്കുന്ന ആളായി. ഇവർ ഈ ദുഃഖമെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ നിയോഗം. അതൊരു യോഗമാണ്, ദുര്യോഗമാണ്. അപ്പോൾ ഇതേ കണക്ക് ഒരുപാട് പിന്നെ മുഖത്ത് മൂക്കിങ്ങനെ വെച്ചിട്ട് കണ്ണിങ്ങനെയൊക്കെ വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദുഃഖം അഥവാ ഉണ്ടെങ്കിൽ തന്നെ ജനം അറിയരുത്. അവർ ജോക്കറിനെ കണ്ട അപ്പ ചിരിച്ചോണം. ജോക്കറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ. അപ്പം ഈ സിനിമയിൽ തന്നെ ബഹദൂർക്ക ശരിക്കും മാനസിക രോഗിയാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും ഈ പിന്നെ ഷോ തുടങ്ങാറാകുമ്പം എനിക്ക് മേക്കപ്പ് ഇടൂ എന്ന് പറയും. ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഷോ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തെ ഒരു കൂട്ടിനകത്താക്കി കൂട്ടും. അല്ലെങ്കിൽ ഇദ്ദേഹം പുറത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കും. ഷോ കഴിയുമ്പോഴാണ് തുറന്നു വിടുന്നത്. അപ്പം അങ്ങനെ വരെ ശരിക്കും ഒരു ജോക്കറിൻ്റെയൊക്കെ ഈ പടങ്ങളുടെയൊക്കെ ഏറ്റവും കിങ് പടം എന്ന് പറയുന്നത് മേരാ നാം ജോക്കറാണ്. മേരാ നാം ജോക്കറിനകത്ത് അദ്ദേഹത്തിൻ്റെ ദുഃഖം, രാജ് കപൂറിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ 3 കാലഘട്ടമായിട്ട് 3 പെൺകുട്ടികളെ അദ്ദേഹം പ്രേമിക്കുകയും 3ഉം പരാജയപ്പെടുകയും അവസാനം ഒരു കാമുകി ഫ്രണ്ടിലിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു സർക്കസിൽ ഒരു വലിയ ഹിറ്റ് പാട്ടാണ്, ഒരു ഹൃദയം കൊണ്ടുവന്നിങ്ങനെ അവിടെ വന്ന് ആ ഹൃദയത്തിൻ്റെ ഒരു പിന്നെ സർജറിയൊക്കെ ചെയ്യുന്ന പോലെ എന്നിട്ട് ഹൃദയം വീണ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ നായികയ്ക്കും അറിയാം, ജോക്കറിനും അറിയാം, ഓഡിയൻസിനും അറിയാം ഇത് ജോക്കറിൻ്റെ ഹൃദയമാണ് തകർന്നതെന്ന്. ബാക്കിയുള്ളവരെല്ലാം ചിരിച്ച് കൈയടിക്കുകയാണ്. ബാക്കിയുള്ളവർ ചിരിക്കുന്നു, അറിയാവുന്നവർ കരയുന്നു. എന്തിന്? തമാശയുടെ രാജാവെന്ന് അറിയപ്പെടുന്ന ആളാണ് ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നതാരും അറിയില്ലല്ലോ എന്ന് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലോകം മുഴുക്ക ചിരിപ്പിച്ചിരിക്കുന്ന ആളും അദ്ദേഹത്തിന് മനസ്സിൽ താങ്ങാനാകാത്ത ദുഃഖമുണ്ടായിരുന്നു മരിക്കുന്നത് വരെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ ഹൃതിക്കിന്റെ ഗ്രേഡ് എന്താണെന്ന് നമ്മൾ ആലോചിച്ച് ഇനി സമയമൊന്നും പോകണ്ട, പറഞ്ഞു കൊടുക്കുമീനോ. ഹൃതിക് ഗെറ്റ്സ് A golden crown. ആദ്യൊരു ജോക്കർ പൂക്കുറ്റി. Congratulations, you are awarded a golden crown. വിരിഞ്ഞ മലരായി തരുന്ന ചിരിയിൽ. അപ്പൊ നമ്മൾ നമ്മുടെ ഋത്തിക്കിന്റെ പാട്ടൊക്കെ കേട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. അപ്പൊ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ് സിംഗർ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. വേഗം ഡൗൺലോഡ് ചെയ്യുക. കുഞ്ഞു പാട്ടുകൂട്ടിലെ സുന്ദരനാഥം നമ്മുടെ സ്വന്തം ദേവനക്കുട്ടി. വെൽക്കം ദേവനക്കുട്ടി ഓൺ സ്റ്റേജ്. ഞാൻ ജോൺസൺ മാസ്റ്റർ റൗണ്ടിൽ പാടുന്നത് കാക്കക്കാറുമ്പൻ കണ്ടാൽക്കുറുമ്പൻ എന്ന പാട്ടാണ്. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്നോട് ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റാ. അടിപൊളി, സുന്ദരിമണിയായല്ലോ. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ശരിയാണല്ലോ. ഏതായി സുന്ദരി? അതെ, ആരാണ്? അപ്സരസോ ദേവകന്യകയോ മുനികന്യകയോ ആരാണ്? ആരാ? ആണോ? മധു ആവത് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. 31 മുമ്പ് ദീപോങ്കളെ സ്പോൺസർ ചെയ്ത ഡ്രസ്സാണല്ലേ ഇത്? ആഹാ, കൊള്ളാലോ. സൂപ്പർ ആയിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ മോളെ, ഏത് പാട്ടാ പാടുന്നേ? കാക്കക്കാറുമ്പൻ കണ്ടാൽക്കുറുമ്പൻ കാർവർണ്ണ നീലക്കാർ. സൂപ്പർ പാട്ടാണല്ലോ. ജോൺസൺ മാസ്റ്റർ അല്ലേ? ഗുഡ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ.
മോളു അസലായിട്ട് പാടി കേട്ടോ, ഉഗ്രനായിരുന്നു. പിന്നെ എനിക്ക് പല്ലവിയിലെ കാട്ടും മായാജാലം അതൊന്ന് കേൾക്കാൻ പറ്റുമോ? അതൊന്ന് പാടാമോ? അത് മാത്രമേ എനിക്ക് പ്രശ്നം തോന്നിയിട്ടുള്ളൂ. ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്ര നന്നായിട്ട് പാടിയത് വളരെ വളരെ അഭിനന്ദനാർഹമാണ്. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒന്ന് കാളിന്തിയ അതൊന്ന് കേക്കട്ടെ. അനുപല്ലവി ആറ്റിൽ ആടകളോരോന്നും പാടെ നീ കവർന്നു രാവിൻമാടെ മയങ്ങുമ്പോ കന്നിനിലാവിന്റെ പീലിത്തെല്ലൊഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. വളരെ നന്നായിട്ട് പാടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. അടിച്ച് പൊളിച്ചു ഇന്ന്. ഉഗ്രനായി പാടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മോളുടെ പാട്ട് സെലക്ഷൻ എപ്പോഴും അങ്കിൾ പറയാറുണ്ട്, പാട്ട് കൊണ്ടുവരുന്ന പാട്ട് എപ്പോഴും നല്ല പണിയുള്ള പാട്ടായിരിക്കും. സിമ്പിൾ. എത്ര വയസ്സാണ്? 7 ആയില്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. 6 സംതിങ് ആണെന്നാണ് എനിക്ക് കിട്ടിയത്. 7 ആയില്ല, 7 ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞ് ആവുകയുള്ളൂ എന്ന് കേട്ടു. ശരി ശരി, സമ്മതിച്ച് പോരെ. വേണ്ട, നിനക്കിപ്പോ 10 വയസ്സാവുമ്പോ പോരെ. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്തരം പാട്ടുകൾ കൊണ്ടുവരുന്നതിൽ മുമ്പേ ദേവനയുടെ അടുത്ത് നമ്മളെല്ലാരും അത് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോള് അത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മോൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പ്രശ്നം അങ്കിളിന് തോന്നുന്നുണ്ട്. മോള് സാധാരണ പാടുന്ന സമയത്ത് തുറന്ന് പാടുന്നതിന്റെ തൊട്ട് മുമ്പേ സോഫ്റ്റ് ടു ലൗഡ്, സോഫ്റ്റ് ആയിട്ട് പാടി പെട്ടെന്ന് തുറന്ന് പാടുന്ന ആ ഒരു ട്രാൻസിഷൻ വരുന്ന സ്ഥലത്ത് മോളുടെ ശബ്ദത്തിൽ എപ്പോഴും ഒരു ക്രാക്ക് വരുന്നുണ്ട്. തുറന്ന് പാടി ആ ഹൈ റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറക്കും. ഇത്രയും നാൾ വന്ന പാട്ടുകളിലെല്ലാം ഏതെങ്കിലും ഒരു പോയിന്റ് മോളുടെ ശബ്ദം ക്രാക്ക് ആവും. മോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈൻ തന്നെ മോൾ ടി വിയിലും കാണുക, മോളുടെ ഗ്രൂമേഴ്സിന്റെ അടുത്തും മോളുടെ അമ്മയുടെ അടുത്തും ഈ ലൈൻ കേൾപ്പിച്ചിട്ട് പറയാം ഈ സംഭവം എന്താണ് വരുന്നത്. പ്രാക്ടീസ് ചെയ്യുന്ന സമയം തൊട്ടിട്ട് അവിടെ തൊട്ടിട്ട് അത് ആ ക്രാക്ക് വരാതെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പൊ അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മോളുടെ ഈ ഒരു പ്രായത്തിന് മോൾ താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും എത്രയോ വലിയ ലോഡാണ് എപ്പോഴും താങ്ങിക്കൊണ്ട് വരുന്നതും. അതൊരു അളവ് വരെ അടിച്ച് പൊളിച്ച് പാടിയിട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് ഉഗ്രൻ. സെലക്ഷൻ എനിക്ക് പറയാനുള്ളത്, ഇപ്പം പാപമീ ഗോപിക പെണ്ണിൻ മനസ്സിൽ അത് നല്ല ക്ലീനായിട്ട് പാടുന്നുണ്ട്. മേളിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഈ അതായത് മായ കണ്ടാലോ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ അങ്ങ് പതുക്കി കളയുന്നു. ശക്തിയായിട്ട് ഓപ്പണായിട്ട് പാടണം. അപ്പം വയസ്സെത്ര? അല്ല 6 ആണല്ലോ. അപ്പൊ ഇനി എല്ലാ പ്രാവശ്യം വരുമ്പോഴും അത് ഞാൻ ചോദിക്കും, വയസ്സെത്രാന്ന് ചോദിക്കും. അപ്പൊ ആ ശബ്ദത്തില് പാട്ടും പാടണം. 7 എന്ന് പറയുന്ന ശബ്ദത്തിൽ പാട്ട് പാടണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിരുന്നു, നല്ല രീതിയിൽ പാടി. വളരെ 1996 ഇറങ്ങിയ പടമാണ് ഈ പുഴയും കടന്നു. അതിനകത്ത് മഞ്ജു വാര്യരും ദിലീപ് ഏട്ടനും ഒക്കെയാണ് നല്ല അഭിനയിച്ച് ആണോ നല്ല ഹിറ്റായ ഒരു പടമാണ് കമൽ സാറിന്റെ. ഈ പാട്ട് പാടിയിരിക്കുന്നത് സുജാതയാണ്. കേട്ടല്ലോ? ആണോ? പാട്ടിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ഞാൻ ഇനി അങ്ങോട്ടൊരെണ്ണം ചോദിക്കാം. മോള് പാടിയല്ലോ ഇത്രയും മനോഹരമായിട്ട്. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ. ആരുടെ ലീലാവിലാസങ്ങളും ആരുടെ കുസൃതികളും കുറുമ്പിനെ പറ്റിയാണ് പാടുന്നത്? കൃഷ്ണ ഭഗവാനെ കുറിച്ചാണ് ഈ പാട്ട്. അത് മോക്ക് അറിയായിരുന്നോ? നേരത്തെ അറിയായിരുന്നു. അപ്പൊ മോൾ ഇത്രയും മനോഹരമായിട്ട് കൃഷ്ണ ഭഗവാനെ കുറിച്ച് പാടിയതുകൊണ്ട് മോക്ക് ഞാൻ കൃഷ്ണ ഭഗവാന്റെ ഒരു ചെറിയ കഥ പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്.
ഒരാൾ അദ്ദേഹം കവിത എഴുതുന്ന ആളാണ്. കൃഷ്ണ ഭഗവാനെ കുറിച്ച് മാത്രമേ കവിത എഴുതൂ. പാട്ടും കവിതയെല്ലാം എഴുതുക, അതനുസരിച്ച് പാട്ടുണ്ടാക്കുക, പാടുക. 24 മണിക്കൂറും കൃഷ്ണ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം കൃഷ്ണ ഭഗവാന് ഭയങ്കര മതിപ്പ് തോന്നി. ഇത്രയും കൂടുതൽ എന്നെ മനസ്സിൽ കൊണ്ട് നടക്കുകയും എപ്പോഴും എന്നെക്കുറിച്ച് എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്ന ആളിനെ ഒന്ന് കണ്ടുകളയാന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അന്ന് മുതൽ കവിയും കൃഷ്ണ ഭഗവാനും വീട്ടിലും മുറ്റത്തുമൊക്കെ നിന്ന് സംസാരിക്കും. അപ്പോൾ പലരും നോക്കുന്നുണ്ട്, കൃഷ്ണ ഭഗവാനെ കാണാൻ പറ്റത്തില്ല. ആരെടുത്തോ സംസാരിക്കുന്നുണ്ട്, പിണങ്ങുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി രാവിലെ മുതൽ കൃഷ്ണ ഭഗവാൻ അവിടെ ഉണ്ട്. അത് പറഞ്ഞ് രാജാവിൻ്റെ ചെവിയിലെത്തി. അപ്പൊ രാജാവ് ഭയങ്കര കൃഷ്ണഭക്തനാണ്. രാജാവ് പറഞ്ഞു, രാജാവായിട്ടുള്ള ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടത് അവിടെ, എന്നാലും വേണ്ടിയില്ല, എനിക്കൊന്ന് കാണണം. അങ്ങനെ രാജാവ് നേരെ ഇങ്ങോട്ട് വന്നു. ചിലപ്പം കൃഷ്ണൻ അങ്ങോട്ട് പോയില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം അന്താളിച്ചു പോയി. അയ്യോ മഹാരാജാവേ എന്ന് പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എനിക്കൊന്ന് കാണും. അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞു, ഇതേ ഞാൻ കാണുന്നത് തന്നെ ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർ കാണുന്നില്ല. ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് 24 മണിക്കൂറും കൃഷ്ണനെ തന്നെ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു. അല്ല, നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ നോർമലാണല്ലോ, അപ്പൊ കാണുന്നുണ്ട്. ഒരു ചിന്തയും അല്ല, ഒരു തോന്നലും അല്ല, എനിക്കൊന്ന് കാണും, ദൂരെ നിന്ന് കണ്ടാൽ മതി. അപ്പം അദ്ദേഹം പറയുന്ന, ഞാൻ കൃഷ്ണനോട് ചോദിക്കാം, ഇഷ്ടമാണോ, സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ വന്നപ്പോൾ ഇങ്ങനെ രാജാവ് വന്നിട്ടുണ്ട്. അദ്ദേഹം രാജാവാണ്. അവസാനം രാജാവ് പറഞ്ഞ, ഇത് രാജാവിൻ്റെ ആജ്ഞയാണ് എന്നും കൂടെ പറഞ്ഞിട്ടാ പോയത്. അപ്പോൾ എനിക്കിവിടെ ജീവിക്കാൻ ഒക്കില്ല രാജാവിനെ ധിക്കരിച്ചുകൊണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ കൃഷ്ണൻ പറയും, ശരി, ഒരു പ്രാവശ്യം കാണാൻ അനുവാദം കൊടുക്കും. രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. രാജാവ് ഫുൾ അലങ്കാരമായിട്ട്, രാജാവായിട്ട് ഭയങ്കര സ്വർണ്ണ കസേരയും സിംഹാസനമൊക്കെ ആയിട്ട് വന്നിട്ട് കുറേ നേരം ആ തൊടിയിലൊക്കെ ഇരുന്നിട്ട് ആരും വരുന്നില്ല. അപ്പോൾ രാജാവിന് എന്തോ തോന്നി. അപ്പോൾ ഓരോന്ന് മാറ്റി, കിരീടം മാറ്റി, മാല മാറ്റി, ബ്രേസ്ലെറ്റ് മാറ്റി, ചെരുപ്പ് മാറ്റി, കസേര മാറ്റി. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനായപ്പം കൃഷ്ണ ഭഗവാന്റെ ഒരു സാന്നിധ്യം പോലെ തോന്നി. അപ്പോൾ ഒരു മുണ്ടും ഒരു തോർത്തും മാത്രമായി. അപ്പോൾ ആദ്യം കാണുന്നത് മയിൽപ്പീലിയാണ്. ഒരു മാവിൻ്റെ മറവിൽ ഇങ്ങനെ ഒരു മയിൽപ്പീലി. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര ഭക്തി നിർഭരമായിട്ട് തൊഴും. കുറച്ച് കഴിയുമ്പം കൃഷ്ണ ഭഗവാൻ വരും. അപ്പോൾ അദ്ദേഹം കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ കൃഷ്ണനും സന്തോഷമായി, ഇയാൾ എന്തായാലും ഭക്തൻ തന്നെയല്ലോ. അപ്പോൾ രാജാവ് പറയും, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം. അപ്പോൾ കൃഷ്ണൻ പറയും, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, കണ്ടാൽ മതിയെന്നല്ലേ പറഞ്ഞത്, അങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല, അത് നിങ്ങൾ വാക്ക് തെറ്റിക്കലാണ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക്, ഞാൻ കണ്ട സ്ഥിതിക്ക് എനിക്ക് കെട്ടിപ്പിടിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ടാഞ്ഞതും കൃഷ്ണ ഭഗവാൻ ഈ മനുഷ്യരുടെ ഒരു കാര്യം, ഇവരുടെ ഈ ആശകൾ, ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്രത്യക്ഷനായി. അതിനെപ്പറ്റി ഒരു 4 വരി പാട്ട്. 10 ലഭിച്ചാല 100 മോഹം, 100 ആക്കാൻ മോഹം, 1000 10,000 ആശയ്ക്കുലകിതിൽ അളവുണ്ടാമോ? ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനിൽ ശാശ്വതമേ ഉലകിൽ. മോളെ, കഥയുടെ സാരം അത്യാഗ്രഹം, കൂടുതൽ ആശ, വാക്ക് തെറ്റിക്കൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാവില്ല. ഓൾ ദി ബെസ്റ്റ്. ദേവന മോളുടെ പാട്ടിന് ഇന്ന് ജഡ്ജസ് പാനൽ മോൾക്ക് തരുന്നു ആടിയൊരു കൃഷ്ണപ്പൂക്കുറ്റി. Congratulations, you are awarded A Extreme. ആരാ? പേടിച്ചോ ദേവനക്കുട്ടി? പേടിച്ചോ? നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനല്ലേ?
കോളടിച്ചാൽ എന്തോ ഗിഫ്റ്റ് വരുന്നുണ്ട്. ഗിഫ്റ്റ് ആഹാ ഒച്ചത്തിൽ പറഞ്ഞു ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ. അപ്പൊ നമ്മുടെ സുന്ദരി മണി ദേവനക്കുട്ടിയുടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും വേഗം നമ്മുടെ ടോപ് സിംഗർ ആപ്പിൽ വേഗം ഇപ്പം ദേവനക്കുട്ടിയുടെ QR കോഡ് കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. നക്ഷത്ര പെണ്ണെ മുങ്ങിടി മുങ്ങിടി പൊന്നിൽ മുങ്ങിടി കൂരിരുൾ വീട്ടിലെ കണ്ണേ. സർഗസംഗീതത്തിന്റെ മോഹന സന്ധ്യയിൽ സ്വരവിരുന്നുമായി തൃശ്ശൂരിൽ നിന്നും എത്തുന്നു നിമക്കുട്ടി. വെൽക്കം നിമ താജുദ്ദീൻ ഓൺ സ്റ്റേജ്. കടലിൽ മൈലാഞ്ചി നേരം കൂടുമറന്നൊരു പ്രാവോ കൂട്ടായി മാറുന്നതാരോ പിന്നലയിൽ നയസന്ധ്യകളിൽ ഇരുവരുമണയുന്ന തീരം ചില്ലുവാതിലിൽ പൂനിലാപ്പാളി നീന്തി വന്നുവെന്നോ ചിന്നിടും സ്നേഹരാഗ പഞ്ചമം ചേർത്തു വെച്ചതാരോ വഴിമേലെ രാപ്പാടി ഞങ്ങൾക്കായി മേലാപ്പു തീർക്കും മൂവന്തിയായി അകലെ ഫ്ലെക്സിബിൾ നിമ. എങ്ങനെ വേണേ വളച്ചൊടിക്കാം. കൈ വേണേ വളച്ച് കഴുത്തിന്റെ ഇവിടെ കൂടെ കൊണ്ടുവരാം, കാല് വേണേ വളച്ച് കഴുത്തിലൂടെ ഇടും. ഏത് പാട്ട്? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ അല്ലേ? വളരെ അർത്ഥവത്തായിട്ടുള്ള ലൈൻസ് ആണ്. അത് ആരാ എഴുതിയത്? ശ്രീകുമാരൻ തമ്പി. അല്ലാതെ പിന്നെ ആരാ എഴുതാൻ? സംഗീതം MB ശ്രീനിവാസൻ. ഇനി ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, എനിക്ക് ആ പാട്ട് കേൾക്കാൻ തിടുക്കമായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. 1 2 3 4. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ
ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. ബേലെ 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 നീമ എന്തോ? അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. നന്നായിട്ട് പാടിക്കുക. നല്ല സെലക്ഷൻ. കാരണം അത് നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോഴാണ് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്. എത്ര കോടി രൂപയുണ്ടെങ്കിലും നമ്മളൊക്കെ ആഹ്ലാദിച്ച് ചിരിക്കുമ്പോൾ, അതായത് നമ്മൾ നന്നായിരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമ്മാ നമ്മൾ ചിരിക്കും അതല്ല. അതായത് നമ്മൾ നല്ല പ്രൗഢിയായിട്ടിരിക്കുമ്പോഴത്തെ ഒരുപാട് കാശൊക്കെ കയ്യിലുള്ളപ്പോൾ നമ്മൾ അടിച്ച് പൊളിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അതും കൂടെ മോള് മനസ്സിലാക്കിയിരിക്കണം. ഒത്തിരി ആൾക്കാർ കാണും കൂടെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ കരയുമ്പോൾ ഉണ്ടല്ലോ, കരയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാപ്പരാകുമ്പോൾ, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതാവുമ്പോൾ നമ്മുടെ കൂടെ വരാൻ ആരും കാണത്തില്ല, ഒരു മനുഷ്യനും കാണത്തില്ല എന്നുള്ള ഒരു പച്ച പരമാർത്ഥമാണത്. നമ്മുടെ നിഴല് മാത്രം നമുക്ക് നോക്കാം, അത്ര തന്നെ. സത്യമായിട്ടുള്ളൊരു കാര്യം, അത് രസമായിട്ട് ശ്രീനിവാസൻ സാറ് MBS കമ്പോസ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. മോള് നന്നായിട്ട് പാടി. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഞെട്ടി. കാരണം അതായത് കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും, അതൊരൊറ്റ ശ്വാസത്തിൽ പാടി. അപ്പം ബ്രെത്ത് കൺട്രോൾ സൂപ്പർ. അതിനൊരു വലിയ കേടിയാണ്. അത് കഴിഞ്ഞ് അടുത്ത ലൈനും കടൽ തീരം ഒഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും, അതും ഒരൊറ്റ ശ്വാസത്തിൽ പാടി. ഏരിയ ഒരു ക്ലാരിറ്റി കുറഞ്ഞെന്ന് തോന്നിയത് ചരണത്തിന്റെ ഫസ്റ്റ് 2 ലൈൻസ് ആണ്. വെറുതെ ഒന്ന് പാടിക്കുന്നു. കരഞ്ഞു കരഞ്ഞു കരൾ തളർന്നു, കരഞ്ഞു കരഞ്ഞു കരൾ തളർന്നു ഞാൻ ഉറങ്ങുമ്പോൾ കഥ പറഞ്ഞുണർത്തിയ കരിങ്കടലേ കരിങ്കടലേ കനിവാർന്നു നീ തന്ന കനകത്താമ്പാളത്തിൽ കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു, കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു. ഗംഭീരമായി. കാരണം അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പാടിച്ചത്, മോള് പാടും, മോള് നന്നായിട്ട് പാടും. പിന്നെ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ആ നിൽക്കുന്ന സമയത്ത് ആ 4 മിനിറ്റിലാണല്ലോ നമ്മളെല്ലാത്തിനെയും അളക്കുന്നത്. അതുകൊണ്ട് അതൊരു അളവ് പോലല്ല. മോള് നല്ല ജ്ഞാനസ്ഥയാണ്, അസലായിട്ട് പാടുന്നുണ്ട്. എസ്പെഷ്യലി എന്താണ് ലങ് പവർ ഇത്ര ഉള്ളതുകൊണ്ട് അതൊരു വലിയ നേട്ടമാണ് കേട്ടോ, ബ്ലെസ്സിങ് ആണ്. ഇപ്പം മനസ്സിലായി ഈ ആക്രോബാറ്റിക്സും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് പാട്ടിൽ വന്ന് സഹായിക്കുന്നതെന്ന്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നല്ല എന്താ പറയേണ്ടത്, ബ്രത്തിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, എത്ര വേണമെങ്കിലും പിടിച്ചിരുന്നോളും. എന്തായാലും മോള് പാടിയത് വളരെ വളരെ നന്നായിട്ടുണ്ട്. അങ്കിളിന് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. വളരെ നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടുകയും ചെയ്തു. പിച്ചിന്റെ പ്രോബ്ലം മാത്രം എനിക്ക് പല സ്ഥലത്തും അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പാടുന്ന നിമിഷത്തെയാണ് നമ്മൾ അളക്കുന്നത് അത്രയും നേരം. അപ്പോൾ പിന്നെ പാടിപ്പിച്ചപ്പോൾ മോള് കറക്റ്റായിട്ട് പാടി. ശ്രീകുട്ടനങ്ങൾ പാടിപ്പിച്ചപ്പോൾ ബ്രീതിങ് എക്സസൈസ് ചെയ്യാറുണ്ടോ? എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം ഞാന് യോഗ ചെയ്യാറുണ്ടായിരുന്നു. ആണോ? പിന്നെ ജസ്റ്റ് എനിക്ക് എന്താ ശ്വാസം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ന് വിചാരിച്ചപ്പോ ഞാന് ചെയ്യാൻ തുടങ്ങി. എന്താ ചെയ്യണത്? അത് ഇരുന്നിട്ട് ശ്വാസം അടിക്ക് വലിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് എടുക്കാം, എന്നിട്ട് ടൈമർ വെക്കുക എത്ര സെക്കൻഡ് പിടിക്കാൻ പറ്റും. കൊള്ളാലും പിടിക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും കൊള്ളാം, വളരെ നന്നായി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കലക്കി കളഞ്ഞു. താങ്ക് യു സർ. മോൾ ആ ഒറ്റ ശ്വാസത്തിൽ പാടിയ ആ വരികൾ വന്നപ്പം MG അങ്കിൾ തിരിച്ച് ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരു ശ്വാസത്തിലാണ് കേട്ടോ, ഒരു ശ്വാസത്തിലാണെന്ന് അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അതൊക്കെ വളരെ ഗംഭീരമാണ്. മോളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ലെവല് പ്രതീക്ഷിക്കുന്നതിൻ്റെ മേളിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1968 നീല പ്രൊഡക്ഷൻസിൻ്റെ സുബ്രഹ്മണ്യം മുതലാളിയാണ് പ്രൊഡ്യൂസർ, കൃഷ്ണൻ നായർ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. ആ പാട്ടിനകത്തുള്ള ഒരു ലൈൻ
കനിവാർന്നു നീ തന്ന കനകത്താമ്പാളത്തിൽ കണ്ണുനീരിൻ ചിപ്പികളോ നിറച്ചിരുന്നു. അതാണ് ഈ സിനിമയുടെ കഥ. മധുസാറാണ് ഹീറോ. മധുസാറും ശാരദാമ്മയും രണ്ടുപേരും കടലിൻ്റെ മക്കളാണ്. ഇങ്ങനെ കടലിൽ പോയി മീൻ പിടിച്ച് കഴിയുന്നവരാണ്. വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു ഫാമിലിയാണ്. അപ്പോൾ കടലിൽ പോകുമ്പോഴത്തേക്ക് വള്ളത്തിനകത്ത് ഒരു മാതാവിൻ്റെ രൂപം, രണ്ടുപേരും സ്ട്രോങ് ക്രിസ്ത്യൻസ് ഭക്തരാണ്, ഒരു മാതാവിൻ്റെ രൂപം ഇങ്ങനെ വെച്ചേക്കും. അങ്ങനെ കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന് സുഖമായിട്ട് കഴിയുന്നു. അന്നൊക്കെ ഈ കള്ളക്കടത്തുകാരെന്ന് പറയുന്നത് ഇങ്ങനെ ബോട്ടിനകത്ത് സ്വർണ്ണമെല്ലാം കടത്തിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പോലീസ് ചേസ് ചെയ്യും. പിടിക്കുമെന്നാകുമ്പോഴത്തേക്ക് ഇവർ കടലിലിട്ട് കളയും. അപ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ല സാറേ, സാറ് വെറുതെ തെറ്റിദ്ധരിച്ചാന്ന് പറയും. പക്ഷെ ചിലതൊന്നും പിന്നീട് അവർക്ക് എവിടെയാണ് ഇട്ടത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ മധുസാർ ഒരു ദിവസം പോകുമ്പം കടലിൽ പ്രക്ഷുബ്ധമായി ഈ തുഴയും വലയും എല്ലാം വെള്ളത്തിൽ പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ വള്ളം തിരിച്ചിട്ട് അങ്ങനെ അകത്തോട്ട് പോയിട്ട് കടലിൻ്റെ അടിയിൽ പോയി തിരിച്ചു വരുന്നത് ഒരു ചാക്ക് സ്വർണ്ണവുമായിട്ടായി. അങ്ങനെ ഇയാൾക്ക് കിട്ടുന്നു. ഇയാൾ അർഹതയില്ലാത്ത കാശാണ്. പക്ഷേ അത് എങ്ങനെയും വെള്ളത്തിൽ കയറ്റി കരയ്ക്കടിച്ചു. രാത്രിയാണ്, ആരും കണ്ടില്ല. പക്ഷേ ഇയാൾ ഈ സ്വർണം ഇങ്ങനെ കയറ്റുന്നതിനിടയ്ക്ക് വെച്ച് ഈ മാതാവിൻ്റെ രൂപം അങ്ങ് കടലിൽ പോയി. അത് അദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചില്ല, അതങ്ങ് പോയി. അപ്പോൾ നമ്മൾ അപ്പോഴൊന്നും തോന്നത്തില്ല കഥയിൽ വന്ന്. പിന്നീട് ഇയാളുടെ ജീവിതത്തിൽ മുഴുക്ക ദുരന്തമാണ്. ഈ കാശുകാരനായതിനു ശേഷം എല്ലാവരുമായിട്ട് ശത്രുക്കളും മറ്റേതും കുടുംബ പ്രശ്നങ്ങളും നാട്ടുകാരുടെ പ്രശ്നങ്ങളും ഒക്കെ വന്ന് പൊറുതി മുട്ടിയിട്ട് ഇദ്ദേഹം ഈ സ്വർണം തിരിച്ച് കടലിൽ കൊണ്ടെറി. എനിക്ക് വേണ്ട, അർഹതയില്ലാത്ത ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പം തെരയിൽ ഇങ്ങനെ മാതാവ് തിരിച്ചു വരും. അപ്പം മാതാവിനെ വെച്ചിട്ട് ഇയാളെ വീട്ടിലോട്ട് പോകുന്ന, അതായത് അർഹതയില്ലാത്ത കാശ് ചെകുത്താനും അവിടെ സ്നേഹവും സന്തോഷവും ഒന്നും കാണത്തില്ലെന്നും ഉള്ള വലിയൊരു മെസ്സേജും കൂടാണ് ആ സിനിമ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നിമ്മക്കുട്ടി, എന്തോ മോളുടെ പാട്ടിന് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു A Extreme. താങ്ക് യു. അടി ഒരു അക്രോബാറ്റിക് പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A Extreme. താങ്ക് യു. അപ്പോൾ നമ്മുടെ നിമക്കുട്ടിയുടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു. ഇനി വോട്ട് ചെയ്യാനുള്ള സമയമാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ എല്ലാവരും ടോപ്പ് സിംഗർ ആപ്പൊക്കെ വേഗം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിമ്മയുടെ QR കോഡ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് നിമക്കുട്ടിയുടെ പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ നിമക്കുട്ടി, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ബൈ. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 ഒരു ചെറു www.myg.in കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ കൈവിരൽ തുമ്പിൽ ഗാഡ്ജറ്റുകൾ. ഷോപ്പുകൾ കയറേണ്ട, വിലപേശേണ്ട. www.myg.in ലോഗിൻ ചെയ്യൂ. ബെസ്റ്റ് ഓഫറുകളോടെ സ്വന്തമാക്കൂ നിങ്ങളുടെ ഗാഡ്ജറ്റുകൾ. ബെസ്റ്റ് പ്രൈസ്, എക്സ്പ്രസ് ഡെലിവറി, service support. MyG, Kerala's complete online gadget store. ചെറുതായി എന്നെ വല്ലാക്കുവാൻ ഗോതമ്പ് മണി മുറിഞ്ഞുടൽ എന്റെ പാപങ്ങൾ കൂശിനാൽ മൂടി നീ, അതിരില്ലാത്ത ദയതൂകി നീ ചെറുതായി എന്നെ വല്ലാക്കുവാൻ.
ഇന്നത്തെ പാട്ടുകളൊക്കെ എല്ലാവരും കേട്ടു. ഇനി നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്നുള്ള സമയമാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. കാക്കക്കാരമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവർണ്ണൻ നീല കാർവർണ്ണൻ. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി. വെൽക്കം ഋത്വിക് ഓൺ സ്റ്റേജ്. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ഋത്വിക്കിന് GRB ഗീ നൽകുന്ന ഒരു സമ്മാനം, ദേവനന്ദയ്ക്ക് GRB ഗീ നൽകുന്ന ഒരു സമ്മാനം. സിസ്റ്റമാറ്റിക് ആയിട്ടും സിമ്പിൾ ആയിട്ടും ഓരോ സബ്ജക്ട്സ് പഠിക്കാനും ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒരു സിനിമ കാണും പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് 90+ മൈ ട്യൂഷൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെല്ലുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 3 ലക്ഷത്തിലധികം കുട്ടികളാണ് ഇപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ക്ലാസ്സസ് എല്ലാം ആനിമേറ്റഡ് വിഷ്വൽസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാഥോഡിലേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. നമ്മളിപ്പോൾ കണ്ടത് +2 കുട്ടികളുടെ കെമിസ്ട്രി ക്ലാസ് ആണ്. ഇതുപോലെ പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒരു സിനിമ കാണും പോലെ കുട്ടികൾക്ക് ഓരോ സബ്ജക്ട്സ് പഠിച്ചു പോകാം. വെറുതെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടെസ്റ്റും പ്രാക്ടീസ് ക്വിസിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഒട്ടും സമയം കളയേണ്ട, വേഗം തന്നെ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തില്ലേ? നമുക്ക് വീണ്ടും കാണാം അടുത്ത ദിവസം ഒരു മനോഹരമായ എപ്പിസോഡുമായി. അതുവരേക്കും ടാറ്റാ.